നല്ല സമയത്ത് തന്നെ വന്നെന്നെ രക്ഷിച്ചല്ലോ, ഹീറോയിനെ പോലെ. നിങ്ങളുടെ കാറിന് എന്ത് പറ്റി? വയസ്സായില്ലേ? Run to top, cha, chick, chick, cha, 2, 1, then skid and stop. അങ്ങനെ ചെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ഇറ്റ്. കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. സോറി, നിങ്ങളുടെ കാലുണ്ടാവണം. റൺ, സ്കിഡ് ആൻഡ് സ്റ്റോപ്പ്. ആ റെഡി, വാ. സ്റ്റോപ്പ്. അതിന് ബിജു വരൂ. മാലിനി, ഞാൻ പറഞ്ഞതല്ലേ? അപ്പോഴെന്നെ എന്താ പറഞ്ഞേ? വീണ്ടും അതൊന്നും കൂടെ പറഞ്ഞേ. മാസ്റ്റർ, അവളൊരു സിംഗിള പെണ്ണാണ്. അതെ, ഞാൻ ശ്രീലങ്കൻ പെൺകുട്ടിയാ. അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാസ്റ്റർ? ഷമുക, ഒരു 5 റുപ്യ കടന്നാടാ. 5 പൈസ ഞാൻ തരില്ല. അല്ലെങ്കിൽ തന്നെ നീ 36 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. അത് തന്നിട്ട് നീ പോകാൻ നോക്ക്. നീ അവന്റെ മെക്കിട്ട് കയറാതെ പോകാൻ നീ ഉണ്ടായിരിക്കടാ. തല പണയം വെച്ചിട്ടാണെങ്കിലും തിരിച്ചു തരാടാ. നിന്റെ തലയാ? ആ തല ആര് വാങ്ങാനാടാ? ഞാൻ തന്നില്ലെങ്കിൽ എന്നെ മോനെങ്കിലും തരുവാടാ. നിന്റെ മോനോ? നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ മോൻ കൊലയാളിയല്ല. പിന്നല്ലാതെ ആ പിള്ളേച്ചന്റെ മകളെ മലയെന്ന് തള്ളിയിട്ട് കൊന്നത് നിന്റെ മകനല്ലേ? എന്താടാ നീ പറഞ്ഞേ? അല്ല, സേതു ആണോ? വാ. അച്ഛനെവിടെ? അവിടെ ഉണ്ട്, അവിടെ. ഒരു മിനിറ്റ്. നിന്റെ അച്ഛൻ എവിടെയോ പോയി പ്രശ്നം ഉണ്ടാക്കി അടിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചൂടാവാതെ മര്യാദയ്ക്ക് സമാധാനമായി സംസാരിക്കും. ഓരോരുത്തർക്കും മനസ്സിൽ ഓരോരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേഗം ചെല്ലു. നീ പോ. അങ്ങനെ നോക്കല്ലേടാ. എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. കൈ ഇങ്ങോട്ട് മാറ്റ്. വീട് തന്നെ പുതിയതായിട്ട് വാർണിഷ് അടിച്ച പോലെ നാറുന്നുണ്ടല്ലോ. കുടിച്ചു കഴിഞ്ഞിട്ട് കുടിക്കാത്ത പോലെ വായു വെത്തിട്ട് വല്ല കാര്യമുണ്ടോ? മകനോടുള്ള ബഹുമാനമാണോ ഇതൊക്കെ? എവിടെയോ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിയും വാങ്ങി ഒന്ന് നിൽക്കുന്നത്. ശരിയാടാ, ഞാൻ പ്രശ്നം ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ചീട്ട് കളിക്കുന്ന ചെറ്റ നിന്നെ കൊലപാതകയാന്ന് പറഞ്ഞു. ആ റാസ്കലിന്റെ പല്ല് ഞാൻ തല്ലിപ്പൊട്ടിച്ചു. ശരിക്കും പൊട്ടിച്ചു. മുമ്പിലത്തെ 2 പല്ല് പോം. കണ്ടില്ലേ? അവനെ ഞാൻ ഇടിച്ചൊരു പരുവാക്കി. അത് കഴിഞ്ഞിട്ടാ ഞാൻ കുടിച്ചത്. എടാ സേതു, ഞാൻ കാരണമാ നിനക്ക് കൊലപാതകം എന്നുള്ള പേര് വന്നത്. അന്ന് ഞാൻ ആ വലിയ വീട്ടിലെ കല്യാണത്തിന് പോയപ്പോ സ്വന്തം പണിയും നോക്കി വാടച്ച് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, ക്ലാവരട്ട ആരെങ്കിലും കടല്ലേ. ഇപ്പൊ എന്തായി? ഫുള്ള് എത്രയാ? 1000 രൂപ അന്നദാനം. ഇതുപോലെ കളിച്ചാ സ്വത്ത് മുഴുവനും. അത് പിന്നെ നീ എന്തിനാ സമൻസ് കിട്ടാതെ ഹാജരാകുന്നത്? വീട്ടുകളിക്ക് എന്ത് സമൻസ്? അതും കല്യാണ വീട്ടില്. പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന പക്ഷഭേദം ഇല്ലാത്ത സോഷ്യലിസ്റ്റ് ഉള്ള ഒരേ സ്ഥലം ചീട്ടുകളി മേശയാ. അതെ, കാശ് എണ്ണിക്കൊണ്ടിരുന്നെങ്ങനെ ചീട്ടിട്. ഇയാളൊന്ന് ചുമ്മാരിക്കടോ. അല്ല, ഇദ്ദേഹം ആരാ? ഇദ്ദേഹമേ ഒരു പാചകക്കാരനാ. പേര് മുത്തപ്പ. മുച്ചീട്ട് മുത്തപ്പെന്ന് പറഞ്ഞാലേ അറിയൂ. നിങ്ങൾക്ക് എന്നെ അറിയാൻ വഴിയില്ല. പക്ഷെ എനിക്ക് സാറിന് നന്നായിട്ട് അറിയാം. ഞാനൊരു പാചകക്കാരനാ. എന്നാലും നിങ്ങളോടൊപ്പം ഇരുന്ന് ചീട്ട് കളിക്കാൻ പറ്റും. അധികാരമുണ്ട്, റൈറ്റ്സ്. എന്താന്നറിയോ? നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മോളുടെ പേര് രഞ്ജിനി എന്നല്ലേ? അറിയാം. എന്റെ മോന്റെ പേര് സേതു. മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും ബന്ധുക്കളാവും പോവുക. ബന്ധുക്കളായി ഒപ്പം ഇരുന്നോണ്ട് എല്ലാ കളിയിലും ഫുള്ളായിട്ട് 7 കമത്തിക്കൂടെ? ശരിയാ. ഒരു കോപ്പും അറിയില്ല. ഇങ്ങനെ വീണ്ടും ഫുള്ള്.
നിനക്ക് നാണമില്ലേ? ഏതും പോരാഞ്ഞിട്ട് ഒരു സാധാരണ പാചകക്കാരനെയാണോടി നിനക്ക് പ്രേമിക്കാൻ കിട്ടിയത്? ഇനി ഒരു പ്രാവശ്യം അവനുമായിട്ട് നീ കണ്ടുമുട്ടിയാലുണ്ടല്ലോ, നിന്റെ അമ്മ ജീവനോടെ കാണില്ല, ഓർത്തോ. അതെ, ഞാൻ ആത്മഹത്യ ചെയ്യൂടി. ഈ വിവരം കെട്ട പാചകക്കാരനാ എല്ലാത്തിനും കാരണം.